ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു വാഴപ്പഴമൊക്കെ നമ്മൾ നെയ്യിലൊക്കെ ഇട്ട് വാട്ടി അത് കഴിച്ചു. ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ സിമ്പിളായിട്ടാട്ടോ നമ്മൾ കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട ബുൾസയും ഉണ്ടാക്കി കേട്ടോ. പിന്നെ പാൽ, എന്താ പറയുക, ഹോർലിക്സൊക്കെ ഇട്ടിട്ട് ഒരു പാൽ, വേറൊന്നുമില്ല. ഇതാണ് നമ്മളുടെ മോർണിംഗിലുള്ള സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് കേട്ടോ. ഇത് ഹെൽത്തിയാണ്, നല്ലതും ആട്ടോ. ഉണ്ടാക്കാനും വലിയ പ്രയാസമില്ല, എന്നാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡെയിലിയുള്ള റൂട്ടീൻ. വലിയ പ്രത്യേകത ഒന്നുമില്ല, ഇത് തന്നെയായിരിക്കും ഡെയിലി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളുടെ ബോച്ചയുടെ ടൊടി പമ്പിലാട്ടോ. കുറേ നാളായി ഒരാഗ്രഹം, എന്താണ് അവിടുത്തെ സംഭവം എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാട്ടോ. ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഒന്ന് പോകുമ്പോൾ ഒരു വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ പോയതാട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സത്യം പറയാലോ, ഒരു പോസിറ്റീവാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒത്തിരി ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മളിങ്ങനെ പോയി വരുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന ആ ഭാഗം കേട്ടോ ഇത്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബോച്ചയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഞാൻ അവിടെ നിന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഫ്രണ്ടിലേക്ക് പോയാൽ കുറച്ചും കൂടിയും ഒരു ഇതൊക്കെ ആയിട്ട് ബോച്ച ഒരു ലുങ്കിയൊക്കെ എടുത്തിരിക്കുന്ന ബോച്ചയുടെ നല്ലൊരു പിക്കുണ്ട് കേട്ടോ. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ എനിക്ക് വലിയ ഐഡിയാസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ മൈൻഡൊക്കെ ഒന്ന് കൂളാവാനും ഭയങ്കര ഒരു നമ്മളെ ടെൻഷനൊക്കെ ഒന്ന് പോയി നല്ലൊരു ഫ്രഷായിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനവിടെ പോയി ജസ്റ്റ് എന്താ പറയുക, കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. തിരിച്ച് വരണ വരെ ഞാൻ നല്ല ഹാപ്പിയായിരുന്നു. പോകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നി. ഭയങ്കര അട്രാക്ഷനാട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിരുന്നത്. ഇവിടെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പിന്നെ എന്താ പറയുക, കഴിക്കുന്ന ആൾക്കാർക്ക് തന്നെ ലൈവായിട്ടൊക്കെ ബോച്ചയുടെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ലൊരു രസമാണ് പോയി കഴിഞ്ഞാൽ. എനിക്കിങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. അത്ര അങ്ങനെ നമ്മൾ വീഡിയോസൊന്നും എടുത്ത് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വീഡിയോസ്, ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങോട്ട് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഞാനൊരു പാൽക്കപ്പ കഴിച്ചു കേട്ടോ. ഒരു പാൽക്കപ്പ ഓർഡർ ചെയ്തു. പിന്നെ ബോച്ചയുടെ ഓരോ എല്ലാ സൈഡിലും പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് നല്ല രസമാട്ടോ കളിക്കാനൊക്കെ ആയിട്ട്. ബോച്ചയുടെ എവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്നൊക്കെ അവിടെയൊക്കെ പോയി ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ വന്നിരുന്നു, നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. നല്ല എന്താ പറയുക, ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ചെറുമീനില്ലേ അത് ഫ്രൈ ആക്കിയതും പിന്നെ പാൽക്കപ്പയും ബീഫും കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പോകണം കേട്ടോ. ഓക്കെ, ബൈ.